ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരു ഷാർപ്പ് പുൾ ബാക്ക് ആണ് കണ്ടത്. കഴിഞ്ഞ ഒരു 3 ദിവസത്തെ റാലിക്ക് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ്, വീക്ക് ഗ്ലോബൽ ക്യൂസ്, പിന്നെ യൂണിയൻ ബഡ്ജറ്റിന് മുമ്പിലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ കോഷൻസ്, ഇതൊക്കെ ചേർന്നാണ് മാർക്കറ്റ് ശക്തമായിട്ട് താഴേക്ക് വന്നത്. സെൻസെക്സ് ഏകദേശം 300 പോയിന്റ്സിനടുത്ത് താഴേക്ക് വീണിരുന്നു. അതുപോലെ തന്നെ നിഫ്റ്റി 50 വീണ്ടും 25,300 ലെവലിന് താഴെ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നിരുന്നാലും മൊത്തത്തിൽ മാർക്കറ്റ് നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ക്ലോസിംഗ് ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 25,320, ബാങ്ക് നിഫ്റ്റി 59,610, സെൻസെക്സ് 82,269. മാർക്കറ്റിന് ഈ പ്രഷർ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ഈ ഒരു ഫാളിന്റെ ആ ഒരു മെയിൻ റീസൺ ആയത് മെറ്റൽ സ്റ്റോക്സിലെ ഒരു ഹെവി സെല്ലിങ്സും അതുപോലെ തന്നെ IT സ്റ്റോക്സിലെ ആ ഗ്ലോബൽ വീക്ക്നെസ് ഇമ്പാക്റ്റും, അതേസമയം ബ്രന്റ് ക്രൂഡ് പ്രൈസ് വീണ്ടും സ്പൈക്ക് ചെയ്തതും ഒക്കെയായിരുന്നു ഈ ഒരു പ്രഷറിന് കാരണമായത്. ഇതിന്റെ ഫലമായിട്ട് നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് ഏകദേശം 5% വരെ ക്രാഷ് ചെയ്തതും നമുക്ക് കാണാൻ കഴിഞ്ഞു. ടോപ്പ് 3 ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ന്യൂസ് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് Q3 റിസൾട്ട് മാർക്കറ്റിനെ ഡിസപ്പോയിന്റ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ ബേസിൽ 48% ഡിക്ലൈൻ ചെയ്തത്. 705 കോടിയായിട്ട് പ്രോഫിറ്റ് കുറയുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. എക്സെപ്ഷണൽ ഐറ്റംസ് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ലേബർ കോഡ് കോസ്റ്റ് ഏർണിംഗ്സിനെ ഹിറ്റ് ചെയ്തു. ഏകദേശം 4% ഒരു ഫാളാണ് നമുക്ക് ടാറ്റ മോട്ടോഴ്സിൽ കാണാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ വോഡാഫോൺ ഐഡിയ ഒരു സർപ്രൈസ് ഗെയിൻ ഉണ്ടായി. 45,000 കോടി ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ന്യൂസ് വന്നതോടെ സ്റ്റോക്സിൽ സ്ട്രോങ് ബൈയിങ്, ഷാർപ്പ് സർജൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ജില്ലറ്റ് ഇന്ത്യ Q3 നെറ്റ് പ്രോഫിറ്റ് 172.46 കോടിയാണ്. 36.9% ഗ്രോത്ത് ആണ് ഇയർ ഓൺ ഇയറിൽ കാണാൻ കഴിഞ്ഞത്. റിസൾട്ടിൽ ഒരു നല്ല പോസിറ്റീവ് ന്യൂസ് വന്നതോടെ സ്റ്റോക്ക് 5% ജമ്പ് ചെയ്തു. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 നെസ്ലെ ഇന്ത്യ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഡിഫൻസീവ് ആൻഡ് FMCG സ്റ്റോക്കിലേക്ക് ഒരു നല്ല ക്ലിയർ ഷിഫ്റ്റ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ടോപ്പ് ലൂസേഴ്സ് ഇനി നമുക്ക് നോക്കാം. നിഫ്റ്റി 50 ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ടാറ്റ സ്റ്റീൽ, കോൾ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളാണ് ടോപ്പ് ലൂസേഴ്സ് ലിസ്റ്റിലുള്ളത്. മെറ്റൽ സ്പേസിലുള്ള ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് ഇവയെ ശക്തമായിട്ട് പ്രഷർ ചെയ്തു എന്നുള്ളത് ഒരു കാരണമായിട്ട് നമുക്ക് പറയാനുണ്ട്. ഇനി ഈ മാർക്കറ്റിലെ ഇന്നത്തെ ഒരു ടേക്ക് അവേ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റിന് മുന്നിലുള്ള ഈ ഒരു വോളറ്റാലിറ്റി ടോട്ടലി എക്സ്പെക്റ്റഡ് ആണ്. ഷോർട്ട് ടൈം ട്രേഡേഴ്സിന് കോഷൻ കൊടുക്കേണ്ട അവസരമാണുള്ളത്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് സ്പെസിഫിക് അപ്രോച്ച് ആണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. ബഡ്ജറ്റ് മാർക്കറ്റ് ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യുന്ന ഒരു ബിഗസ്റ്റ് ട്രിഗർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? കമന്റ് ചെയ്യുക. ബഡ്ജറ്റ് റാലി വരുമോ അല്ലെങ്കിൽ വോളറ്റാലിറ്റി തുടരുമോ? മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ഹാപ്പി ഇൻവെസ്റ്റിംഗ്.